പുതിയ ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങി കേട്ടോ. രാവിലെ ജിമ്മിൽ പോയി കുറേ നേരം വർക്കൗട്ടൊക്കെ ചെയ്തു. അപ്പോഴാണ് ഇച്ചായം വിളിച്ചത് ഷെഫിന്റെ തൊപ്പി എടുക്കാൻ മറന്നു. അങ്ങനെ ഇച്ചന് തൊപ്പി കൊടുത്തു. ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ കയറി. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ. ഫുഡൊക്കെ കഴിച്ചു. ഇനി വർക്കിംഗ് ഹവേഴ്സ് ആണ്. കണ്ടില്ലേ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ആകെ ടയേർഡായി. അപ്പോഴാണ് സണ്ണിച്ചേട്ടൻ വിളിക്കുന്നത്, റേക്കൻ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ റേക്കൻ ചേട്ടനെ കാണാനായിട്ട് സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് മൊത്തത്തിലൊരു ബിസി ഡേ തന്നെ ആയിരുന്നു. റേക്കൻ ചേട്ടൻ താമസിക്കുന്നത് അങ്ങ് ദൂരെ സന്ദീപിന്റെ വീടിന്റെ അപ്പുറമാണ്. കാരണം അത്ര ദൂരം ഉണ്ട് റേക്കൻ ചേട്ടൻ. പാവം കാറിനൊക്കെയാണ് വന്നത്. റേക്കൻ ചേട്ടൻ്റെ കാറാണ് ദാ കിടക്കുന്ന കറുപ്പ കാറ്. അത് ഓടിച്ചിട്ടാണ് വന്നത്. ആകെ ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ റേക്കൻ ചേട്ടന്റെ ഫോണാണ് കേട്ടോ ഇത്. കാരണം എന്റെ ഫോണല്ല. റേക്കൻ ചേട്ടൻ പുതിയ ഫോൺ മേടിച്ചു. അപ്പൊ പിന്നെ കംപ്ലീറ്റ് എന്റെ കയ്യിലായിരുന്നു ഈ ഫോൺ. റേക്കൻ ചേട്ടനെ കണ്ടു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ വന്ന വഴി തന്നെ ഞങ്ങൾ വിട്ടില്ല. തൊളയതോ ഒന്ന് ചുറ്റാന്ന് വിചാരിച്ചു. അങ്ങനെ സണ്ണിച്ചേട്ടന്റെ വണ്ടി കയറി ഞാനും റേക്കൻ ചേട്ടനും സണ്ണിച്ചേട്ടനും ഡെല്ല ചേച്ചിയും കൂടി പോകുന്ന പോക്കാനായിട്ട് ഡെല്ല ചേച്ചിയുടെ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ഡ്രോപ്പ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ആ കൃത്യസമയത്ത് എനിക്കൊരു കോൾ വന്നു. മാൻഡ്രിയിൽ നിന്ന് എന്റെ കുറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെ റേക്കൻ ചേട്ടനോട് സണ്ണിച്ചേട്ടൻ ടാറ്റ പറഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോയി. എനിക്ക് വർഷങ്ങൾ നീണ്ട പരിചയമാണ് കേട്ടോ ഇവരായിട്ടുള്ളത്. ഇവരെന്നെ കാണാനായിട്ട് വന്നതാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട്സ് സാം ചേട്ടൻ, ജയ ചേച്ചി ആൻഡ് ദിസ് യെല്ലോ വൺ ഈസ് മരിയ ചേച്ചി. മാൻഡ്രിഡിലായിരുന്നപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് നാളുകൾ ഞാൻ താമസിച്ചു. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ കൈൻഡസ്റ്റ് ഹാർട്ടഡ് പീപ്പിൾ ഐ ഹാവ് എവർ മേറ്റ്. എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാണ്ട് പിള്ളയായിട്ട് കളിച്ചിരുന്ന ഞാനാണ് സ്പെയിനിലേക്ക് വന്നത്. മച്ചിങ്ങ ഏതാ തേങ്ങ ഏതാന്ന് അറിയാൻ പാടാത്ത സമയത്ത് എന്റെ ലൈഫിലോട്ട് വന്ന ആളുകളാണ് കേട്ടോ ഇവര്. ഇവരെന്നെ ഒരുപാട് സഹായിച്ചു എന്റെ ലൈഫിന്റെ ഓരോ ഘട്ടത്തിലും. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. മാഡ്രിഡിലായിരുന്ന സമയങ്ങളിൽ ഞാൻ സാംചേട്ടനും ജയചേച്ചിക്ക് നിരന്തരം നടക്കാൻ പോവായിരുന്നു. എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇവരെനിക്ക് കാണിച്ചു തരും. ഇവരെത്ര നല്ല മനുഷ്യരാണെന്നറിയാമോ. അങ്ങനെ തൊളയതുപോലെ കുന്നുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. എന്നെ കണ്ടിട്ടൊന്ന് പോണമെന്നേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെ വിടോ. എല്ലാവരും നടന്ന് ടയേർഡായിരുന്നു. അങ്ങനെ തൊളയതോന്റെ സെന്ററിലേക്ക് വന്നു. El Foro എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇത്. ഈ 7 മണി 7:30 ആവുന്ന സമയത്ത് തുറന്നു വെച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. കുറെ നടന്നുകൊണ്ട് ഇരുന്നെന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കടിച്ചുറയ്ക്കാന്ന് വിചാരിച്ചു വന്നിരുന്നു. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതെല്ലാം നോൺ ആൽക്കഹോളിക് ആണ്. ഇവർ ഓർഡർ ചെയ്തത് നോൺ ആൽക്കഹോളിക് ബിയർ ആണ് കേട്ടോ. ശരീരത്തിന് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. ഡോക്ടേഴ്സ് സമ്മർ സമയത്ത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് തിന്തോതി വരാനോ ആണ്, അതായത് റെഡ് വൈൻ. അതിന്റെ കൂടെ കുറച്ച് ഓറഞ്ചും നാരങ്ങയൊക്കെ ഇട്ട് തരും. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. സമ്മർ സമയത്ത് ഇതെല്ലാം നല്ലതാണ്. ശരീരത്തിൽ കൂടുതൽ ജലാംശം നിലനിർത്താനായിട്ടൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. കൂടെ ഒരു പിസയും കൂടി ഓർഡർ ചെയ്ത് 1 മണിക്കൂറോളം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. വർത്താനം പറയാനായിട്ട് പെണ്ണുങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് കാരണം കിട്ടണം. ലൈഫിൽ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ പണ്ടത്തെ ലൈഫൊക്കെ ഒന്ന് റീക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഓർക്കൂലേ. അത് ലൈഫിൽ പോസിബിൾ ആണ്. കാരണം നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടുന്ന് തുടങ്ങിയുള്ള ആളുകളായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരെ കാണുമ്പോഴൊക്കെ നമ്മുടെ പണ്ടത്തെ ലൈഫ് നമുക്ക് ഓർമ്മ വരും.